ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ തലേന്ന് രാത്രി. അതുകൊണ്ട് തന്നെ ഒരു പോള കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും സൂര്യനെ കുതിച്ച് വെയിലായി. ഞാനും അരിൻകുട്ടനും കൂടി പതിയെ പുറത്തു വന്ന് നോക്കിയപ്പോൾ ദേ അമ്മ ഇവിടെ നല്ല പണിയിലാണ്. അമ്മയ്ക്ക് ചീര കൃഷിയുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ദേ ചീരയൊക്കെ കെട്ടുകെട്ടുകളായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കടയിൽ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അമ്മയുടെ പണിയൊക്കെ കഴിഞ്ഞ് അമ്മ അകത്തേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ അരിൻകുട്ടനെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചു. പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാരണം എനിക്ക് പനി വരാൻ പോകുന്നൊരു ലക്ഷണം ഉണ്ടായിരുന്നു. പനി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒച്ചയടഞ്ഞു പോകുമെന്ന് എനിക്കറിയാം. അപ്പോൾ വീഡിയോസിന് കുറച്ച് വോയിസൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി വോയിസ് കൊടുത്തു കേട്ടോ. എല്ലാ വീഡിയോസിനും വോയിസൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് പോയി ഗുളികയൊക്കെ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 2 ദിവസമായി തലവേദന കാരണം ഗുളിക കഴിക്കുന്നുണ്ട്. പക്ഷെ ഒരു കുറവുമില്ല. ഇതിപ്പോൾ പനിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുറയുമെന്നുള്ള ആശ്വാസത്തിൽ അങ്ങനെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആര്യൻകുട്ടൻ എഴുന്നേറ്റതേ ചേച്ചിയുടെ കൂടെ പോയി ടി വി കാണലും കളിയും ഒക്കെ ആയിട്ട് കുറേ സമയമൊക്കെ പാറുക്കുട്ടി നോക്കിക്കോളൂ കേട്ടോ ആര്യൻകുട്ടനെ. നമ്മുടെ ഒരു മേൽനോട്ടം വേണം. എന്നാലും നമുക്കിങ്ങനെ പാടില്ലാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അമ്മയ്ക്കും ഇഷ്ടംപോലെ പണികളുണ്ടാവും. ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ പാറു അവനെ കയറിയെന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും അതിൻ്റെ ഒപ്പം ചെറിയ സങ്കടമൊക്കെ വരും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇതേ അടുക്കളയിലെത്തിയപ്പോഴത്തേക്കും അമ്മ മീൻ വെട്ടി കറിയൊക്കെ ആയിട്ടുണ്ട്, ചീരത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്രയും വയ്യായിരുന്നു, ഒരു സുഖമില്ല. ഇനി നാളെയും കുറഞ്ഞില്ലെങ്കിലും മരുന്നിന് പോകണം എന്നാണ് എൻ്റെ പ്ലാൻ. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എടുക്കലും വോയിസ് കൊടുക്കലും എല്ലാ പരിപാടിയും മുടങ്ങും. അങ്ങനെ ഞാൻ അമ്മയുടെ കറികളൊക്കെ കൂട്ടി ഫുഡ് അടിക്കുകയാണ് ഗൈസ്.